ട്രംപ് പറയും, യുക്രൈനോട് പറയും, എടാ പൊട്ടിക്കടാ, ബോംബിടാ, റഷ്യ അടിച്ചു കഴിഞ്ഞാൽ 4 ഇരട്ടി ആയുധം ഞാൻ തരാം, നീ അങ്ങ് പൊട്ടിക്ക്, അങ്ങോട്ട് ബോംബിട്ട് അങ്ങ് തകർക്കെന്ന് പറയും. അതുപോലെ തന്നെ ഇസ്രായേലിനോടും പറയും, നീ മാക്സിമം തകർക്കാൻ പറ്റുമെങ്കിൽ തകർത്തോ, ഉള്ള ബോംബും മിസൈലും ഒക്കെ വിട്ടോ, ഒരു പ്രശ്നമില്ല, ആവശ്യത്തിന് സാധനം ഇവിടെയുണ്ട്, സാധനം ഞങ്ങൾ എത്തിച്ചേരാന്ന്. കാരണം എന്തുകൊണ്ടാ? ഇരട്ടത്താപ്പ് നയങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയുടെ നയങ്ങളാണ്. കാരണം ഇവന്മാർ ഈ ബോംബിട്ട് പൊട്ടിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ഉണ്ടാക്കലും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ലാഭം ആർക്കാണ്? ലാഭം അമേരിക്കയ്ക്കാണ്, ട്രംപിനാണ്. കാരണം എന്തുകൊണ്ടാ? ഈ ആയുധങ്ങളെല്ലാം കൊടുക്കുന്നത് നമ്മുടെ അമേരിക്കയാണ്. കാരണം ഇവർ ആവശ്യത്തിനുള്ള ആയുധങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മിസൈലുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വിൽക്കണ്ടേ? യുദ്ധം നിന്ന് പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെ വിൽക്കാൻ പറ്റും? അതാണ് ഒരു പ്രശ്നം. അതുകൊണ്ട് ഏത് രാജ്യങ്ങൾ യുദ്ധം ഉണ്ടാക്കിയാലും അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അമേരിക്ക ഒന്ന് സപ്പോർട്ട് ചെയ്യും, ഉറപ്പ് കേസാ. ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പറയും, മക്കളെ കീച്ചു കൊടുക്കടാ. അപ്പുറം സൈഡിലും പോയിട്ട് പറയും, നീ തിരിച്ചു പോകുമ്പോട്ടോ എന്ന് പറയും. ആവശ്യത്തിനുള്ള സാധനം ഞങ്ങൾ തരാം, ഇഷ്ടം പോലെ ബോംബെല്ലാം ഉണ്ടാക്കി വെച്ചേക്കണേ എന്ന് പറയും. കാര്യം ഇത് തന്നെയാ, അവർക്ക് അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കണം, അത്രേ ഉള്ളൂ. ഇരട്ടത്താപ്പ് നയം, അത്രേ ഉള്ളൂ. എന്നിട്ട് പറയും സമാധാനം ഞങ്ങൾ പറഞ്ഞ് റെഡിയാക്കി തരാമെന്നും പറയും. അപ്പോൾ കൂടെ നിൽക്കുന്നവരവർക്കും ഓ ശരിയാ, എന്നാൽ മതി, ബോംബൊക്കെ തീർന്നു, എന്നാൽ പിന്നെ സമാധാനപരമായിട്ട് ചെയ്യാൻ കാര്യങ്ങളെന്ന് ഓർക്കും. എന്നിട്ട് സമാധാനം ഉണ്ടാക്കുമോ? സമാധാനം ആവത്തുമില്ല. ഇതാണ് പല രാജ്യങ്ങൾക്കും ഇപ്പോൾ പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ.